ഓം ശാന്തി. 1/1/21. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് പാവന ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ കാമമാകുന്ന മഹാശത്രുവിൻ്റെ മേൽ ജയം നേടണം. കാമജീത്തും ജഗത് ജീത്തും ആകണം. ചോദ്യം: ഓരോരുത്തർക്കും തൻ്റെ ആക്ടിവിറ്റിയിലൂടെ, അതായത് തൻ്റെ പ്രവൃത്തിയിലൂടെ എല്ലാവർക്കും ഏതൊരു സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും? ഉത്തരം: ഞാൻ ഹംസമാണോ അതോ കൊക്കാണോ? ഇത് ഓരോരുത്തർക്കും തൻ്റെ ആക്ടിവിറ്റിയിലൂടെ എല്ലാവർക്കും സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. കാരണം ഹംസം ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കുകയില്ല. കൊക്കുകൾ ദുഃഖം കൊടുക്കുന്നു. അവർ വികാരികളായിരിക്കും. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ കൊക്കിൽ നിന്നും ഹംസം ആയിരിക്കുന്നു. പവിഴബുദ്ധി ആകുന്ന കുട്ടികളായ നിങ്ങളുടെ കർത്തവ്യമാണ് എല്ലാവരെയും പവിഴബുദ്ധിയാക്കി മാറ്റുക. ഓം ശാന്തി. ഓം ശാന്തി എന്ന് പറയുമ്പോൾ തൻ്റെ സ്വധർമ്മം ഓർമ്മ വരുന്നു, വീടിൻ്റെയും ഓർമ്മ വരുന്നു. എന്നാൽ വീട്ടിൽ ഇരുന്നു പോകരുത്. ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും തൻ്റെ സ്വർഗത്തെയും ഓർമ്മിക്കേണ്ടി വരും. അപ്പോൾ ഓം ശാന്തി എന്ന് പറയുന്നതിലൂടെ ഈ മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ വരുന്നു. ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്. ശാന്തിയുടെ സാഗരമായ ബാബയുടെ കുട്ടിയാണ്. ആരാണോ സ്വർഗം സ്ഥാപിക്കുന്ന അച്ഛൻ, ആ അച്ഛൻ തന്നെയാണ് നമ്മെ പവിത്രവും ശാന്ത സ്വരൂപവും ആക്കുന്നത്. മുഖ്യമായ കാര്യം പവിത്രതയുടേതാണ്. ലോകം തന്നെ പവിത്രവും അപവിത്രവുമാകുന്നു. പവിത്ര ലോകത്തിൽ ഒരാൾ പോലും വികാരിയല്ല. അപവിത്ര ലോകത്തിൽ 5 വികാരങ്ങളുണ്ട്. അതിനാൽ വികാരി ലോകം എന്ന് പറയുന്നു. അതാണ് നിർവികാരി ലോകം. നിർവികാരി ലോകത്തിൽ നിന്നും പടികൾ ഇറങ്ങി ഇറങ്ങി പിന്നെ താഴെ വികാരി ലോകത്തിലേക്ക് വരുന്നു. അതാണ് പാവന ലോകം. ഇതാണ് പതീത ലോകം. അതാണ് പകൽ സുഖം. ഇതാണ് അലയുന്നതിൻ്റെ രാത്രി. പൊതുവായി രാത്രിയിൽ ആരും അലയാറില്ല. എന്നാൽ ഭക്തിയെ അലച്ചിൽ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഇവിടെ സദ്ഗതി നേടുവാനായി വന്നിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ മുഴുവനും പാപമായിരുന്നു. 5 വികാരങ്ങളായിരുന്നു. അതിലും മുഖ്യമായതാണ് കാമവികാരം. അതിലൂടെ തന്നെയാണ് മനുഷ്യൻ പാപാത്മാവാകുന്നത്. ഓരോരുത്തരും തങ്ങൾ പതീതമാണ്, പാപാത്മാവുമാണ് എന്നറിയുന്നുണ്ട്. ഒരു കാമവികാരം കാരണമാണ് സർവ ക്വാളിഫിക്കേഷനും അലങ്കോലമാകുന്നത്. അതിനാൽ ബാബ പറയുന്നു, കാമത്തെ ജയിക്കൂ, എങ്കിൽ നിങ്ങൾ ജഗത് ജീത്, അതായത് പുതിയ വിശ്വത്തിൻ്റെ അധികാരിയാകും. അപ്പോൾ ഉള്ളിൽ ഇത്രയും സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. മനുഷ്യർ പതീതമാകുന്നു. അപ്പോൾ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒരു വികാരവും ഉണ്ടായിരിക്കുവാൻ പാടില്ല. മുഖ്യമായതാണ് കാമവികാരം. ഇതിന്മേൽ എത്ര കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. വീടുകൾ തോറും എത്ര അശാന്തിയും നിലവിളിയും ഉണ്ടാകുന്നു. ഈ സമയം ലോകത്തിൽ എന്തുകൊണ്ടാണ് നിലവിളികൾ ഉള്ളത്? കാരണം പാപാത്മാക്കളാണ്. വികാരങ്ങൾ കാരണം തന്നെയാണ് അസുരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ സമയം ലോകത്തിൽ ഉപയോഗമുള്ള ഒരു വസ്തുവുമില്ല. വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കേണ്ടതുണ്ട്.
എന്തെല്ലാം ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നുവോ എല്ലാത്തിനും തീ പിടിക്കും. ആത്മാവിന് തീ പിടിക്കുന്നില്ല. ആത്മാവാണെങ്കിൽ സദാ ഇൻഷുർ ചെയ്തതുപോലെയാണ്, സദാ ജീവിച്ചിരിക്കുന്നു. ആത്മാവിനെ എപ്പോഴെങ്കിലും ഇൻഷുർ ചെയ്യിക്കാറുണ്ടോ? ശരീരത്തെയാണ് ഇൻഷുർ ചെയ്യിക്കുന്നത്. ആത്മാവ് അവിനാശിയാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഇത് കളിയാണ്. ആത്മാവാണെങ്കിൽ മുകളിൽ വസിക്കുന്ന ഒന്നാണ്. 5 തത്വങ്ങളിൽ നിന്നും തികച്ചും വേറെയാണ്. 5 തത്വങ്ങൾ കൊണ്ടാണ് മുഴുവൻ ലോകത്തെ സാമഗ്രികൾ ഉണ്ടാകുന്നത്. ആത്മാവാണെങ്കിൽ ഉണ്ടാകുന്നതല്ല. ആത്മാവ് സദാ ഉള്ളത് തന്നെയാണ്. കേവലം പുണ്യാത്മാവും പാപാത്മാവുമാകുന്നു. ആത്മാവിൽ തന്നെയാണ് പുണ്യാത്മാവെന്നും പാപാത്മാവെന്നും ഉള്ള പേരുകൾ വരുന്നത്. 5 വികാരങ്ങൾ കാരണം എത്ര മോശമായി പോകുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ. വികാരങ്ങൾ തന്നെയാണ് മുഴുവൻ ക്യാരക്ടറിനെയും അലങ്കോലമാക്കുന്നത്. ക്യാരക്ടർ എന്ന് എന്തിനെയാണ് പറയുന്നത് എന്നതും മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഉയർന്നതിലും ഉയർന്ന ആത്മീയ ഗവൺമെന്റ്. പാണ്ഡവ ഗവൺമെന്റ് എന്ന് പറയാതെ നിങ്ങൾക്ക് ഈശ്വരീയ ഗവൺമെന്റ് എന്ന് പറയുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഈശ്വരീയ ഗവൺമെന്റ് ആണ്. ഈശ്വരീയ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ആത്മാക്കളെ പവിത്രമാക്കി ദേവതയാക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ദേവതമാർ എവിടെ നിന്നും വരുവാനാണ്? ഇത് ആരും തന്നെ അറിയുന്നില്ല. ഇവരും മനുഷ്യർ തന്നെയാണ്. പക്ഷേ ദേവത എങ്ങനെയാണായത്? ആരാണ് ആക്കിയത്? ദേവതമാർ ഉണ്ടായിരിക്കുന്നത് തന്നെ സ്വർഗത്തിലാണ്. അവരെ സ്വർഗവാസി ആരാണ് ആക്കിയത്? സ്വർഗവാസികൾ പിന്നെ തീർച്ചയായും നരകവാസിയാകുന്നു, വീണ്ടും സ്വർഗവാസിയാകുന്നു. ഇതും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവർ എങ്ങനെ അറിയുവാനാണ്? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഇത്രയും ആക്ടേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പഠനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. പവിത്രവും തീർച്ചയായും ആകണം. പതീതമാകുന്നത് വളരെ മോശമായ കാര്യമാണ്. ആത്മാവ് തന്നെയാണ് പതീതമാകുന്നത്. അന്യോന്യം പതീതമാകുന്നു. പതീതരെ പാവനമാക്കുക, ഇത് നിങ്ങളുടെ ജോലിയാണ്. പാവനമാകൂ, എങ്കിൽ പാവന ലോകത്തിലേക്ക് പോകും. ഇത് ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. ആത്മാവില്ലെങ്കിൽ ശരീരത്തിനും നിലനിൽക്കുവാൻ സാധിക്കില്ല. റെസ്പോൺസ് ലഭിക്കുകയില്ല. ആത്മാവിനറിയാം, നമ്മൾ യഥാർത്ഥത്തിൽ പാവന ലോകത്ത് വസിക്കുന്നവരാണ്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ തീർത്തും അവിവേകികൾ ആയിരുന്നു. അതിനാൽ പതീത ലോകത്തിന്റെ യോഗ്യരായിരിക്കുകയാണ്. ഏതുവരെ പാവനമാകുന്നില്ല അതുവരെ സ്വർഗത്തിന് യോഗ്യരാകാൻ സാധിക്കില്ല. സ്വർഗത്തിന്റെ താരതമ്യവും സംഗമത്തിലാണ് ചെയ്യുന്നത്. അവിടെ താരതമ്യം ചെയ്യുവാൻ സാധിക്കില്ല. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിക്കുന്നത്. പവിത്രമാകുന്നതിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ ലഭിക്കുന്നു. പതീത പാവനായ ബാബ നമ്മെ ഇങ്ങനെ പാവനമാക്കി മാറ്റൂ എന്ന് ഒന്നിനോട് തന്നെയാണ് പറയുന്നത്. ഇവർ സ്വർഗത്തിന്റെ അധികാരികൾ ആയിരുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ തന്നെയാണ് സ്വർഗത്തിന്റെ അധികാരിയായിരുന്നത്. പിന്നെ 84 ജന്മങ്ങളെടുത്ത് പതീതമായിരിക്കുന്നു. ശ്യാമവും സുന്ദരവും. ഈ ഒന്നിൻ്റെ നാമം തന്നെ ഇങ്ങനെയാണ് വച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ ചിത്രം ശ്യാമമായി ഉണ്ടാക്കുന്നു, എന്നാൽ അർത്ഥം മനസ്സിലാക്കുന്നില്ല.
കൃഷ്ണനെക്കുറിച്ചും നിങ്ങൾക്ക് എത്ര ക്ലിയറായി അറിവ് ലഭിക്കുന്നു? ഇതിൽ 2 ലോകങ്ങൾ കാണിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ 2 ലോകങ്ങളില്ല. ലോകം ഒന്നേ ഉള്ളൂ. അത് പുതിയതും പഴയതുമാകുന്നു. ആദ്യം ചെറിയ കുട്ടി പുതിയതായിരിക്കും, പിന്നെ വലുതായി വൃദ്ധനാകുന്നു. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എത്ര പ്രയത്നിക്കുന്നു. തൻ്റെ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ലക്ഷ്മി നാരായണൻ മനസ്സിലാക്കിയല്ലോ. അറിവിലൂടെ എത്ര മധുരമായിരിക്കുകയാണ്. ആരാണ് മനസ്സിലാക്കിച്ചു കൊടുത്തത്? ഭഗവാൻ. യുദ്ധത്തിൻ്റെയും മറ്റും കാര്യമേ ഇല്ല. ഭഗവാൻ എത്ര അറിവുള്ളവനാണ്, നോളജ്ഫുള്ളാണ്, എത്ര പവിത്രമാണ്. ശിവന്റെ ചിത്രത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരും പോയി നമിക്കുന്നു. പക്ഷേ അത് ആരാണ്, എന്തു ചെയ്യുന്നു, ഇത് ആരും അറിയുന്നില്ല. ശിവകാശി വിശ്വനാഥ ഗംഗ കേവലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അർത്ഥം അല്പം പോലും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ പറയും, നിങ്ങൾ നമുക്ക് എന്ത് മനസ്സിലാക്കിക്കുവാനാണ്? നമ്മളാണെങ്കിൽ വേദശാസ്ത്രങ്ങളും മറ്റുമെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ രാമരാജ്യം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഇത് ആരും അറിയുന്നില്ല. രാമരാജ്യം എന്ന് സത്യയുഗത്തെ, പുതിയ ലോകത്തെയാണ് പറയുന്നത്. ധാരണയാകുന്ന നിങ്ങളും നമ്പർ വാറാണ്. ചിലരാണെങ്കിൽ മറന്നും പോകുന്നു. കാരണം തികച്ചും കല്ല് ബുദ്ധിയായിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ ആരാണോ പവിഴ ബുദ്ധിയായത് അവരുടെ ജോലിയാണ് മറ്റുള്ളവരെയും പവിഴ ബുദ്ധിയാക്കുക. കല്ല് ബുദ്ധിയുടെ ആക്ടിവിറ്റി അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഹംസവും കൊക്കും ആയല്ലോ. ഹംസം ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. കൊക്ക് ദുഃഖം കൊടുക്കുന്നു. ചിലരുണ്ട്, അവരുടെ പെരുമാറ്റം തന്നെ കൊക്കിനെ പോലെയാണ്. അവരിൽ എല്ലാ വികാരവുമുണ്ട്. ഇവിടെയും ഇങ്ങനെ വളരെയധികം വികാരികൾ വരുന്നു. അവരെ അസുരൻ എന്ന് പറയുന്നു. തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നില്ല. വളരെയധികം സെന്റേഴ്സിലും വികാരികൾ വരുന്നു. ഒഴിവ് കഴിവ് ഉണ്ടാക്കുന്നു, നമ്മൾ ബ്രാഹ്മണനാണ് എന്ന്. പക്ഷേ അസത്യമാണ്. ഇതിനെ പറയുന്നത് തന്നെ അസത്യലോകം എന്നാണ്. അത് പുതിയ ലോകമായ സത്യലോകമാണ്. ഇപ്പോൾ സംഗമമാണ്. എത്ര വ്യത്യാസമുണ്ടായിരിക്കുന്നു. ആരാണോ അസത്യം പറയുന്നവർ, അസത്യമായ കാര്യം ചെയ്യുന്നവർ, അവർ 3rd ഗ്രേഡ് ആകുന്നു. 1st ഗ്രേഡും 2nd ഗ്രേഡും ഉണ്ടായിരിക്കുന്നുവല്ലോ. ബാബു പറയുന്നു, പവിത്രതയുടെയും പൂർണ്ണ തെളിവ് നൽകണം. ഇവർ 2 പേരും ഒരുമിച്ചിരുന്ന് പവിത്രമായി കഴിയുന്നത് ഇമ്പോസിബിൾ ആണ് എന്ന് ചിലർ പറയുന്നു. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. യോഗബലം ഇല്ലാത്തത് കാരണം ഇത്രയും സഹജമായ കാര്യം പോലും പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് എന്ന കാര്യം അവരെ ആരും മനസ്സിലാക്കിക്കുന്നില്ല. ആ ഒന്ന് പറയുന്നു, പവിത്രമാകുന്നതിലൂടെ നിങ്ങൾ 21 ജന്മം സ്വർഗത്തിലെ അധികാരിയാകും. അതാണ് പവിത്ര ലോകം. പവിത്ര ലോകത്തിൽ പതീതർ ആരും ഉണ്ടാവുക സാധ്യമല്ല. 5 വികാരങ്ങളേയില്ല. അതാണ് വൈസ്ലെസ് വേൾഡ്. ഇതാണ് വിഷ്യസ് വേൾഡ്. നമുക്ക് സത്യയുഗത്തിന്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ജന്മത്തേക്ക് വേണ്ടി എന്തുകൊണ്ട് പാവനമായി കൂടാ? നമുക്ക് വലിയ ലോട്ടറിയാണ് ലഭിക്കുന്നത്. അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. ദേവി ദേവന്മാർ പവിത്രമാണല്ലോ. അപവിത്രത്തിൽ നിന്നും പവിത്രവും ബാബ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഈ ടെംപ്റ്റേഷൻ ഉണ്ട്. ബാബ തന്നെയാണ് ഇങ്ങനെയാക്കി മാറ്റുന്നത്.
ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പുതിയ ലോകം ഉണ്ടാക്കുവാൻ സാധിക്കില്ല. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ ഭഗവാൻ തന്നെയാണ് വരുന്നത്. ആ ഒന്നിൻ്റെ രാത്രി പാടപ്പെടുന്നു. ഇതും മനസ്സിലാക്കിച്ചു തന്നു. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. ജ്ഞാനവും ഭക്തിയും പകുതി പകുതിയാണ്. ഭക്തിക്ക് ശേഷമാണ് വൈരാഗ്യം. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഈ ശരീരമാകുന്ന വസ്ത്രം മാറ്റണം. ഈ മോശമായ ലോകത്തിൽ ഇരിക്കേണ്ടതില്ല. 84ന്റെ ചക്രം ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ ശാന്തിധാമം വഴി പോകേണ്ടതുണ്ട്. ആദ്യം അൽഫിൻ്റെ, അതായത് ബാബയുടെ കാര്യം മറക്കരുത്. ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. ബാബ പുതിയ ലോകം സ്ഥാപിക്കുകയാണ്. ബാബ അനേകം തവണ വന്നിട്ടുണ്ട് സ്വർഗം സ്ഥാപിക്കുവാൻ. നരകത്തിൻ്റെ വിനാശമുണ്ടാകണം. നരകം എത്ര വലുതാണ്, സ്വർഗം എത്ര ചെറുതാണ്. പുതിയ ലോകത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ അനേകം ധർമ്മങ്ങളുണ്ട്. ഒരു ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? ബ്രഹ്മാവല്ല സ്ഥാപിച്ചത്. ബ്രഹ്മാവ് തന്നെയാണ് പതീതവും പിന്നെ പാവനവുമാകുന്നത്. എന്നെക്കുറിച്ച് പതീത് സോ പാവൻ എന്ന് പറയുകയില്ല. പാവനമായിരിക്കുമ്പോഴാണ് ലക്ഷ്മി നാരായണൻ എന്ന നാമമുള്ളത്. ബ്രഹ്മാവിൻ്റെ പകൽ, ബ്രഹ്മാവിൻ്റെ രാത്രി. ഇത് പ്രജാപിതാവാണല്ലോ. ശിവ് ബാബയെ അനാദിയായ ക്രിയേറ്റർ എന്ന് പറയുന്നു. അനാദി എന്ന വാക്ക് ബാബയെക്കുറിച്ചുള്ളതാണ്. ബാബ അനാദിയാണ്. അപ്പോൾ ആത്മാക്കളും അനാദിയാണ്. കളിയും അനാദിയാണ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. സ്വ ആത്മാവിന് സൃഷ്ടിചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ഡ്യൂറേഷൻ്റെ ജ്ഞാനം ലഭിക്കുന്നു. ഇത് ആരാണ് നൽകിയത്? ബാബ. നിങ്ങൾ 21 ജന്മത്തേക്ക് നാഥനുള്ളവരാകുന്നു. പിന്നെ രാവണന്റെ രാജ്യത്തിൽ അനാഥരായി പോകുന്നു. ഇവിടെ നിന്ന് തന്നെ ക്യാരക്ടർ അലങ്കോലമാകുന്നു. വികാരങ്ങളുണ്ടല്ലോ. ബാക്കി 2 ലോകങ്ങളില്ല. മനുഷ്യർ പിന്നെ മനസ്സിലാക്കുന്നു നരകവും സ്വർഗവും എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത് എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര ക്ലിയറായി മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ ഗുപ്തമാണ്. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എത്ര കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നേരെയാക്കുവാൻ സാധിക്കില്ല. ആ ഒന്നിനെ തന്നെയാണ് വിളിക്കുന്നത്. നമ്മൾ ഒരു ഉപയോഗവും ഇല്ലാത്തതായിരിക്കുന്നു വന്ന് പാവനമാക്കി മാറ്റി നമ്മുടെ ക്യാരക്ടർ നേരെയാക്കൂ എന്ന്. നിങ്ങളുടെ ക്യാരക്ടർ എത്ര നന്നാവുന്നു. ചിലരാണെങ്കിൽ നന്നാകുന്നതിന് പകരം കൂടുതൽ മോശമാകുന്നു. പെരുമാറ്റത്തിലൂടെയും അറിയാൻ കഴിയുന്നു. ഇന്ന് മഹാരഥി എന്നും ഹംസമെന്നും പറയുന്നു. നാളെ കൊക്കായി മാറുന്നു. സമയമെടുക്കുന്നില്ല. മായയും ഗുപ്തമാണല്ലോ. ക്രോധത്തെ കാണുവാൻ കഴിയില്ല. കുരയ്ക്കുമ്പോൾ പിന്നെ അത് പുറത്തു വരുമ്പോൾ കാണപ്പെടുന്നു. പിന്നെ ആശ്ചര്യത്തോടെ കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഓടിപ്പോകുന്നവരാകുന്നു. എത്ര വീണു പോകുന്നു. പൂർണ്ണമായും കല്ലായി പോകുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെയും കാര്യമുണ്ടല്ലോ. അറിയുവാൻ കഴിയുക തന്നെ ചെയ്യുന്നു. അങ്ങനെയുള്ളവർ പിന്നെ സഭയിലേക്ക് വരാൻ പാടില്ല. കുറച്ചധികം ജ്ഞാനം കേട്ടു എങ്കിൽ സ്വർഗത്തിൽ വരിക തന്നെ ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടണം. അഥവാ വികാരത്തിൽ പോയി എങ്കിൽ പദവി ഭ്രഷ്ടമാക്കും. സൂര്യവംശിയും ചന്ദ്രവംശിയുമാകും. പിന്നെ വൈശ്യവംശി, ശൂദ്രവംശി.
ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്. അവരാണെങ്കിൽ കലിയുഗത്തിന്റെ ആയുസ് തന്നെ 40,000 വർഷം എന്ന് പറയുന്നു. പടികൾ താഴെ ഇറങ്ങേണ്ടതുണ്ടല്ലോ. 40,000 വർഷമായിരുന്നു എങ്കിൽ മനുഷ്യർ അനേകമുണ്ടായിരുന്നേന്. 5,000 വർഷത്തിൽ തന്നെ ഇത്രയും മനുഷ്യരുണ്ട്. അവർക്ക് കഴിക്കാൻ പോലും ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളിൽ എത്ര വർധനവുണ്ടാകുമായിരുന്നേനെ. അപ്പോൾ ബാബ വന്ന് ധൈര്യം പകരുന്നു. പതീത മനുഷ്യർക്കാണെങ്കിൽ യുദ്ധം ചെയ്യുക തന്നെ വേണം. അവരുടെ ബുദ്ധി ഈ ഭാഗത്തേക്ക് വരിക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി നോക്കൂ, എത്ര മാറുന്നു. എങ്കിലും മായ തീർച്ചയായും ചതിക്കുന്നു. ഇച്ഛ മാത്രം അവിദ്യ. ഏതെങ്കിലും ഇച്ഛ ഉണ്ടായി എങ്കിൽ പോയി, വർത്ത് നോട്ട് എ പെന്നി ആയി മാറുന്നു. അതായത് ചില്ലി കാശിന് വിലയില്ലാതായി മാറുന്നു. നല്ല നല്ല മഹാരഥികളെയും മായ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിലൂടെ ചിലപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവർക്ക് ഹൃദയത്തിൽ കയറുവാൻ സാധിക്കില്ല. ഏതുപോലെ ലൗകിക മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കയറുന്നില്ല, അതുപോലെ ചില കുട്ടികൾ ഇങ്ങനെയുമുണ്ട്. അവർ പിതാവിനെ തന്നെ ഇല്ലാതാക്കുന്നു, പരിവാരത്തെ ഇല്ലാതാക്കുന്നു. മഹാപാപാത്മാക്കളാണ്. രാവണൻ എന്താണ് ചെയ്യിക്കുന്നത്? വളരെ ഡേർട്ടി ലോകമാണ്. ഇതിനോട് ഒരിക്കലും മനസ്സ് ചേർക്കുവാൻ പാടില്ലാത്തതാണ്. പവിത്രമാകുന്നതിൻ്റെ വലിയ ധൈര്യം ആവശ്യമാണ്. വിശ്വത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ പ്രൈസ് നേടുന്നതിനായി പവിത്രതയാണ് മുഖ്യം. അതിനാൽ ബാബയോട് വന്ന് പാവനമാക്കൂ എന്ന് പറയുന്നത് ശരി. മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മായയുടെ ചതിവിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഇച്ഛ മാത്രം അവിദ്യ ആകണം. ഈ ഡേർട്ടി ലോകത്തോട് മനസ്സ് ചേർക്കരുത്. പവിത്രതയുടെ പരിപൂർണ തെളിവ് നൽകണം. ഏറ്റവും ഉയർന്ന ക്യാരക്ടർ തന്നെയാണ് പവിത്രത. സ്വയം തന്നെ നേരെയാക്കുന്നതിനായി തീർച്ചയായും പവിത്രമാകണം. വരദാനം: തൻ്റെ ഏകാഗ്ര സ്വരൂപത്തിലൂടെ സൂക്ഷ്മ ശക്തിയുടെ ലീലകൾ അനുഭവിക്കുന്ന അന്തർമുഖിയായി ഭവിക്കട്ടെ. ഏകാഗ്രതയുടെ ആധാരം അന്തർമുഖതയാണ്. ആരാണോ അന്തർമുഖി, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശക്തിയുടെ ലീലകളുടെ അനുഭവം ചെയ്യുന്നു. ആത്മാക്കളുടെ ആഹ്വാനം ചെയ്യുക, ആത്മാക്കളുമായി ആത്മീയ സംഭാഷണം നടത്തുക, ആത്മാക്കളുടെ സ്വഭാവ സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തുക, ബാബയുമായി കണക്ഷൻ യോജിപ്പിക്കുക. ഇങ്ങനെ ആത്മാക്കളുടെ ലോകത്തിൽ ആത്മീയ സേവനം ചെയ്യുന്നതിനായി ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കൂ. ഇതിലൂടെ സർവപ്രകാരത്തിലുള്ള വിഘ്നങ്ങളും സ്വതവേ സമാപ്തമാകും. സ്ലോഗൻ: സർവപ്രാപ്തികളെയും സ്വയം തന്നിൽ ധാരണ ചെയ്ത് വിശ്വത്തിൻ്റെ സ്റ്റേജിൽ പ്രത്യക്ഷമാവുക തന്നെയാണ് പ്രത്യക്ഷതയുടെ ആധാരം. വിശേഷ സൂചന: ഈ ജനുവരി മാസം മധുരമായ സാകാര ബാബയുടെ സ്മൃതികളുടെ മാസമാണ്. സ്വയം തന്നെ സമർത്ഥമാക്കുന്നതിനായി വിശേഷിച്ച് അന്തർമുഖിയായി സൂക്ഷ്മ ശക്തികളുടെ ലീലകളുടെ അനുഭവം ചെയ്യണം. മുഴുവൻ മാസവും തൻ്റെ അവ്യക്ത സ്ഥിതിയിലിരിക്കണം. മനസ്സിൻ്റെയും മുഖത്തിൻ്റെയും മൗനം വയ്ക്കണം. ഓം ശാന്തി.
ഓം ശാന്തി. ഞാൻ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അകാല സിംഹാസനത്തിൽ ഒരു പ്രകാശബിന്ദുവായി തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. പവിത്ര സ്വരൂപമാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം എമേർജ് ചെയ്ത് ഈ സാകാര ദേഹത്തിൽ നിന്നും സാകാര ലോകത്ത് നിന്നും ഉപരിയാകുന്നു. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മ ലോകത്തിൽ ബാബ്ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയിൽ നിന്നും ലഭിക്കുന്ന വരദാനി ദൃഷ്ടി എന്നെ സമ്പന്നവും സമ്പൂർണവുമാക്കി മാറ്റുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ നിരാകാര സ്വരൂപത്തിൽ നിരാകാര ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തിവാനായ ശിവബാബയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ സർവശക്തികളുടെയും അനന്ത കിരണങ്ങൾ എന്നിൽ പതിച്ച് എന്നെ മാസ്റ്റർ സർവശക്തിവാനാക്കി മാറ്റുന്നു. ഈ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ ഡബിൾ ലൈറ്റ് സ്വരൂപ സ്ഥിതിയിൽ അകാല സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.